നിങ്ങളെപ്പോഴെങ്കിലും ഒരു കോഫി ഷാപ്പിലിരുന്ന് പുതിയൊരാശയം എഴുതാൻ തുടങ്ങുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമായ ആ പ്രോജക്റ്റ് തുടങ്ങാൻ തീരുമാനിക്കുകയോ ചെയ്തിട്ടുണ്ടോ? എന്നിട്ട് പെട്ടെന്ന് ഇത് ശരിയാവുമോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ഭയം കാരണം അത് അവിടെ വെച്ചുതന്നെ അവസാനിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വാക്കുകൾ നിങ്ങൾക്കുള്ളതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബ്രയൻ കോളിൻസിന്റെ ദ പവർ ഓഫ് ക്രിയേറ്റിവിറ്റി എന്ന പുസ്തകം നമുക്ക് നൽകുന്ന ചില അമൂല്യമായ പാഠങ്ങളെക്കുറിച്ചാണ്. സൃഷ്ടികരമായി എന്തെങ്കിലും ചെയ്യാനാഗ്രഹിക്കുന്ന, എന്നാൽ എപ്പോഴും ഭയങ്ങളും ആശയക്കുഴപ്പങ്ങളും കാരണം പിന്നോട്ടു പോകുന്ന ഓരോ കലാകാരനും, എഴുത്തുകാരനും, സംരംഭകനും അറിഞ്ഞിരിക്കേണ്ട രഹസ്യങ്ങളാണിവ. തയ്യാറാണെങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കുക. 1. ഭയങ്ങളോട് യുദ്ധം ചെയ്യുക. ഗോയിങ് ടു വാർ അഗെയിൻസ്റ്റ് ഫിയേഴ്സ്. ഏതൊരു വലിയ കാര്യം തുടങ്ങുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിൽ ഒരുപാട് ഭയങ്ങൾ വരും. ആദ്യം വരുന്നത് തുടങ്ങാനുള്ള ഭയം, ഫിയർ ഓഫ് സ്റ്റാർട്ടിംഗ്. ഇതിനെ എങ്ങനെ നേരിടാം? ആദ്യ ദിവസം വെറും 10 മിനിറ്റ് മാത്രം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ജോലി ചെയ്യുക. ആ വലിയ സ്വപ്നത്തെ എളുപ്പത്തിൽ പൂർത്തിയാക്കാവുന്ന ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. രണ്ടാമത് വരുന്ന ഭയം, എനിക്കിതിന് കഴിവുണ്ടോ എന്ന ചിന്തയാണ്. സുഹൃത്തേ, നിങ്ങളുടെ മനസ്സിലെ ആ നെഗറ്റീവ് ചിന്തകളെ വെറുതെ കടന്നുപോകുന്ന മേഘങ്ങളെപ്പോലെ മാത്രം കാണുക. അതുപോലെ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ഭയം. ഓർക്കുക, മറ്റുള്ളവരുടെ വിമർശനങ്ങൾ നിങ്ങളുടെ സൃഷ്ടിക്കെതിരെയുള്ളതാണ്, അല്ലാതെ നിങ്ങളുടെ വ്യക്തിത്വത്തിനെതിരെയല്ല. തുടക്കത്തിൽ തന്നെ പരാജയങ്ങൾ ഏറ്റുവാങ്ങാൻ തയ്യാറാവുക. ഫെയിൽ ഏർലി ആൻഡ് ഫെയിൽ ഫാസ്റ്റ്. അത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. 2. ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുക. നിങ്ങൾക്കെവിടേക്കാണ് പോകേണ്ടതെന്നറിയില്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തിയാലും അതൊരു നേട്ടമാകില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാൻ ഒരു പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുക. നിങ്ങളൊരു വലിയ കടലാസ് എടുത്ത് നിങ്ങളുടെ ജീവിതം മുഴുവൻ അതിൽ മാപ്പ് ചെയ്യുക. ബാഹ്യ ഉറവിടങ്ങളിൽ നിന്നും, അതായത് നിങ്ങളെ പ്രചോദനം നൽകുന്ന പുസ്തകങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും പഠിക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലനാക്കുന്നത് എന്താണ് എന്ന് സ്വയം ചോദിക്കുക. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതിവെക്കുക. എന്നിട്ട് അതെല്ലാം ചേർത്ത് നിങ്ങളെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന ലളിതമായൊരു മുദ്രാവാക്യമോ തത്വമോ രൂപപ്പെടുത്തുക. അതായിരിക്കണം പ്രതിസന്ധികളിൽ നിങ്ങളുടെ മാർഗദർശി. 3. കലയിലെ MVP. ദി MVP അപ്രോച്ച് ടു ആർട്ട്. നിങ്ങളുടെ വലിയൊരാശയത്തിന് പിന്നിൽ വർഷങ്ങളും പണവും ചിലവഴിക്കുന്നതിന് മുൻപായി അതിനൊരു ബേസിക് രൂപം, അതായത് മിനിമം വയബിൾ പ്രോഡക്റ്റ് MVP ഉണ്ടാക്കുക. നിങ്ങളൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ ഒരു വലിയ നോവൽ മുഴുവനായി എഴുതി തീർക്കുന്നതിന് മുൻപായി ആദ്യത്തെ ചില അധ്യായങ്ങൾ മാത്രം എഴുതി ബീറ്റ വായകക്കാർക്ക് നൽകി അവരുടെ അഭിപ്രായങ്ങൾ തേടുക. സംഗീതജ്ഞനാണെങ്കിൽ ചില പാട്ടുകൾ മാത്രം പുറത്തുവിടുക. ആളുകൾക്കത് വേണോ എന്ന് മുൻകൂട്ടി പരിശോധിക്കുക. ഇത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഊർജവും പാഴാകുന്നത് ഒഴിവാക്കും. 4. മാസ്റ്റർമാരെ കണ്ടെത്തുക. മെന്റർഷിപ്പ് ആൻഡ് ഇമാജിനറി കൗൺസിൽ. ഏത് മേഖലയിലാണെങ്കിലും നിങ്ങൾക്ക് വഴികാട്ടാനൊരാൾ വേണം. അത് നിങ്ങളുടെ ചുറ്റുമുള്ള പ്രാദേശിക അധ്യാപകരോ സുഹൃത്തുക്കളോ ആകാം. ഗുഡ് മെന്റേഴ്സ്. എന്നാൽ ലോകം കണ്ട ഏറ്റവും വലിയ മാസ്റ്റർമാരെ നിങ്ങൾക്ക് കിട്ടിയാലോ? ജീവിച്ചിരിക്കുന്ന ഒരു ക്രിയേറ്റീവ് മാസ്റ്ററെയാണ് നിങ്ങൾ ലക്ഷ്യമിടുന്നതെങ്കിൽ അവർക്കു വേണ്ടി സൗജന്യമായി ജോലി ചെയ്യാൻ പോലും തയ്യാറാവുക. അവരുടെ വിലപ്പെട്ട സമയം ചോദിക്കുന്നതിന് പകരം നിങ്ങളുടെ അധ്വാനം അവർക്ക് നൽകി പകരം അവരുടെ അറിവുകൾ നേടുക. ഇനി നിങ്ങൾ മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന മാസ്റ്റർ ജീവിച്ചില്ലാത്ത വ്യക്തിയാണെങ്കിലോ? നെപ്പോളിയൻ ഹിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ മനസ്സിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപദേശക സമിതി അഥവാ ഇമാജിനറി കൗൺസിൽ രൂപപ്പെടുത്തുക. ഒരു പ്രതിസന്ധി വരുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള തോമസ് എഡിസണോടോ സ്റ്റീവ് ജോബ്സിനോടോ ചോദിക്കുക, നിങ്ങളായിരുന്നുവെങ്കിൽ ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യുമായിരുന്നു എന്ന്. അത് നിങ്ങളുടെ ചിന്തകളെ മാറ്റിമറിക്കും. 5. ശരീരവും മനസ്സും ഒന്നാണ്. ദി അൺബ്രേക്കബിൾ ലിങ്ക്. മദ്യരിച്ചും സങ്കടപ്പെട്ടുമിരിക്കുന്നവരാണ് യഥാർത്ഥ കലാകാരൻ എന്ന ആ വലിയ നുണ ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക. നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ വ്യായാമം നിർബന്ധമാണ്. ജപ്പാനീസ് നോവലിസ്റ്റായ ഹരുക്കി മുറാക്കാമിയെപ്പോലെ ദിവസവും ഓടുകയോ നീന്തുകയോ ചെയ്യുക.
നിങ്ങൾ ശാരീരികമായി ആരോഗ്യവാനായിരിക്കുമ്പോൾ നിങ്ങളുടെ വലിയ ആശയങ്ങളിൽ കൂടുതൽ വ്യക്തതയോടെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത് നിങ്ങളെ വിഷാദത്തിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും എപ്പോഴും അകറ്റി നിർത്തും. സുഹൃത്തുക്കളെ, ഒരു പുതിയ കാര്യം സൃഷ്ടിക്കുക എന്നത് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ ഉള്ളിലെ ഭയങ്ങളും മടിയും മാത്രമാണ്. യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരത്ഭുതമല്ല ക്രിയേറ്റിവിറ്റി. അതൊരു നിരന്തരമായ പരിശീലനമാണ്. എല്ലാം തികഞ്ഞിട്ട് തുടങ്ങാം എന്നു കരുതി ആരും കാത്തിരിക്കരുത്. പൂർണ്ണതയല്ല, പൂർത്തിയാക്കുക എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഭയങ്ങളെ ഒരു ചിരിയോടെ നേരിടുക. പരാജയങ്ങളെ പാഠങ്ങളായി ഉൾക്കൊള്ളുക. ഓരോ ദിവസവും ഒരു പുതിയ പേജിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എഴുതി തുടങ്ങുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വലിയ കലാകാരൻ, ആ വലിയ സംരംഭകൻ ഇന്ന് തന്നെ പുറത്തുവരട്ടെ. ഒരു യഥാർത്ഥ കലാകാരനാകുക, അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്നത് ഒരു യുദ്ധത്തിന് പോകുന്നതിന് തുല്യമാണെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചിരുന്നു. ഭയങ്ങളെ എങ്ങനെ നേരിടണമെന്നും നമ്മൾ പഠിച്ചു. എന്നാൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി നിങ്ങൾ പണി തുടങ്ങാനിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പൂർണ്ണമായും ശൂന്യമായാലോ? ഒരു വരി പോലും എഴുതാൻ കഴിയാതെ, ഒരു പുതിയ ഐഡിയ പോലും കിട്ടാതെ നിങ്ങൾ സ്തംഭിച്ചുപോയാലോ? ഇതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് ബ്ലോക്ക് എന്ന് വിളിക്കുന്നത്. ഈ ഇരുണ്ട അവസ്ഥയിൽ നിന്നും എങ്ങനെ പുറത്തു കടക്കാമെന്നതിനെക്കുറിച്ചാണ് ബ്രയാൻ കോളിൻസിന്റെ പുസ്തകത്തിലെ ബാക്കി രഹസ്യങ്ങളിതാ. നിങ്ങളുടെ നോട്ട് പാഡുകൾ എടുത്തോളൂ, കാരണം ഇത് നിങ്ങളുടെ പ്രവർത്തന രീതിയെ പൂർണ്ണമായും മാറ്റാൻ പോകുകയാണ്. 1. നിങ്ങളുടെ പ്രതിസന്ധികളിലെ മാർഗദർശി. ദ പവർ ഓഫ് മിഷൻ സ്റ്റേറ്റ്മെന്റ്സ്. ഒരു യാത്രയ്ക്കിടയിൽ വഴിതെറ്റിപ്പോയാൽ നമ്മൾ എന്താണ് ചെയ്യുക? GPS നോക്കും, അല്ലേ? അതുപോലെ നിങ്ങളുടെ സർഗാത്മക യാത്രയിൽ വഴിതെറ്റുമ്പോൾ നോക്കാനുള്ള നിങ്ങളുടെ GPS ആണ് പേഴ്സണൽ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ചരിത്രത്തിലെ വലിയ മനുഷ്യരൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഗായികയായ പാറ്റി സ്മിത്തിന്റെ ലക്ഷ്യം വെറുതെ പാട്ടുപാടുക എന്നതായിരുന്നില്ല. റോക്ക് ആൻഡ് റോളിന്റെ വിപ്ലവവീര്യം സംരക്ഷിക്കുന്ന പോരാളികളാണ് ഞങ്ങൾ എന്നായിരുന്നു അവരുടെ മിഷൻ. പ്രശസ്ത ഫോട്ടോഗ്രാഫർ റോബർട്ട് മാപ്പിൾ തോർപ്പിന്റെ മിഷൻ വെറും 3 വാക്കുകളായിരുന്നു: കലയ്ക്കു വേണ്ടി ജീവിക്കുക. ഇനി ഈ പുസ്തകത്തിന്റെ രചയിതാവായ ബ്രയാൻ കോളിൻസിന്റെ മിഷൻ എന്താണെന്നറിയാമോ? എഴുത്താണ് എന്റെ വാളും പരിചയും. പുതിയ കാര്യങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ ഞാൻ തളർന്നു പോകുന്നു. സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങളുടെ വാളും പരിചയും? ഇന്ന് തന്നെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഞാൻ വിശ്വസിക്കുന്നത് ഇതിലാണ്, എന്റെ ലക്ഷ്യം ഇതാണ് എന്ന്. ആ പേപ്പർ നിങ്ങളുടെ കണ്ണാടിയിലോ ലാപ്ടോപ്പിലോ ഒട്ടിച്ചു വയ്ക്കുക. നിങ്ങൾക്ക് മടുപ്പ് തോന്നുമ്പോൾ, എല്ലാം അവസാനിപ്പിക്കാൻ തോന്നുമ്പോൾ ആ വരികൾ വായിക്കുക. അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഊർജം തിരികെ നൽകും. 2. ക്രിയേറ്റീവ് ബ്ലോക്കുകളെ തകർത്തെറിയുക. നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട്, പക്ഷേ ഐഡിയകൾ വരുന്നില്ല. എന്തു ചെയ്യും? അതിനുള്ള ചില ബ്രഹ്മാസ്ത്രങ്ങളിതാ. ഉപബോധ മനസ്സിനെ പണിയെടുപ്പിക്കുക. ഹാക്ക് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്. പകൽ മുഴുവൻ ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലേ? അതവിടെ വിടുക. ഉറങ്ങാൻ പോകുന്നതിനു മുമ്പായി ആ പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക. എന്നിട്ട് ശാന്തമായി ഉറങ്ങുക. നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിന്മേൽ പണിയെടുക്കുന്നുണ്ടാകും. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോൾ അപ്രതീക്ഷിതമായി ആ ഐഡിയ നിങ്ങളുടെ തലയിലേക്ക് വരും. തോമസ് എഡിസൺ മുതൽ ആൽബർട്ട് ഐൻസ്റ്റീൻ വരെ ഉപയോഗിച്ച വലിയൊരു രഹസ്യമാണിത്. മാനസിക സൂചനകൾ നൽകുക. മെന്റൽ ട്രിഗേഴ്സ്. എന്നും ഒരേ കസേരയിൽ ഒരേ സമയത്തിരുന്ന് ജോലി ചെയ്യാൻ ശീലിക്കുക. ജോലി തുടങ്ങുന്നതിന് മുൻപ് ഒരു പ്രത്യേക കോഫി കുടിക്കുകയോ ഒരു പ്രത്യേക സംഗീതം കേൾക്കുകയോ ചെയ്യുക. കുറച്ചുനാൾ കഴിയുമ്പോൾ ആ കോഫിയുടെ മണം വരുമ്പോൾ തന്നെ നിങ്ങളുടെ തലച്ചോറ് തനിയെ ആക്റ്റീവാകും. അതൊരു മാജിക്കാണ്. ശ്രദ്ധ തിരിക്കുന്നതെല്ലാം ഇല്ലാതാക്കുക. കിൽ ഡിസ്ട്രാക്ഷൻസ്. ജോലി തുടങ്ങുന്ന ആ 1 മണിക്കൂർ ഇന്റർനെറ്റ് ഓഫ് ചെയ്യുക. ഫോൺ ഫ്ലൈറ്റ് മോഡിലിടുക. സോഷ്യൽ മീഡിയയിലെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ ഏകാഗ്രതയെ കൊല്ലുന്ന വിഷമാണ്. ലക്ഷ്യങ്ങളെ വെട്ടിമുറിക്കുക. മൈക്രോ ഗോൾസ്. ഒരു വലിയ സിനിമ മുഴുവൻ എഴുതി തീർക്കുക എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയാകും. അത് മാറ്റിവെക്കുക. അടുത്ത 15 മിനിറ്റ് ഞാൻ ഈ ഒരു സീൻ മാത്രം എഴുതും എന്ന് ചിന്തിക്കുക. 1 മണിക്കൂർ വേണ്ട, വെറും 10 മിനിറ്റ് മാത്രം പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. ആ 10 മിനിറ്റ് നിങ്ങളെ മണിക്കൂറുകളോളം മുന്നോട്ട് നയിക്കും. സൈഡ് പ്രോജക്റ്റുകളിലേക്ക് മാറുക. മെയിൻ പ്രോജക്റ്റ് മുന്നോട്ട് പോകുന്നില്ലേ? അതവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് യാതൊരു സമ്മർദ്ദവുമില്ലാത്ത, നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റൊരു ചെറിയ പ്രോജക്റ്റിലേക്ക് മാറുക. അവിടെ നിങ്ങളുടെ സർഗാത്മകത ഉണരുമ്പോൾ ആ ഊർജം നിങ്ങളുടെ മെയിൻ പ്രോജക്റ്റിലേക്കും ലഭിക്കും. 3.
പരാജയം ഒഴിവാക്കാനുള്ള വജ്രായുധം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങളൊരു പുസ്തകം എഴുതുകയോ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ ചെയ്യുകയാണെന്ന് കരുതുക. 5 വർഷം ഒരേ മുറി അടച്ചിരുന്ന് അത് പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ അതാർക്കും വേണ്ടാത്ത ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞാലുള്ള അവസ്ഥയെന്തായിരിക്കും? നിങ്ങളുടെ സമയവും സ്വപ്നങ്ങളും അവിടെ തകർന്നടിയും. ഇതൊഴിവാക്കാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. MVP മിനിമം വയബിൾ പ്രോഡക്റ്റ്. ഒരു എഴുത്തുകാരൻ ഇതെങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾ വലിയൊരു നോവൽ എഴുതുകയാണെങ്കിൽ അത് മുഴുവൻ തീർക്കാൻ കാത്തുനിൽക്കരുത്. ആദ്യത്തെ ചില അധ്യായങ്ങൾ മാത്രം എഴുതി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വായനക്കാർക്കോ കൊടുക്കുക. അവരുടെ അഭിപ്രായം ചോദിക്കുക. ഹ്യൂ ഹൗവി എന്ന അമേരിക്കൻ എഴുത്തുകാരൻ തന്റെ ലോകപ്രശസ്തമായ സയൻസ് ഫിക്ഷൻ നോവൽ ഒറ്റയടിക്ക് എഴുതിയില്ല. അദ്ദേഹം അത് ചെറിയ ഭാഗങ്ങളായി പുറത്തിറക്കി. ആളുകൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ മാത്രം ബാക്കി എഴുതി. നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ കോടികൾ മുടക്കി ഫാക്ടറി തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ ഐഡിയ ആളുകളോട് പറയുക. അവർക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുൻകൂട്ടി പണമടച്ച് ബുക്ക് ചെയ്യാൻ പറയുക. പണം നൽകാൻ താൽപ്പര്യമാണെങ്കിൽ മാത്രം അതിൽ നിങ്ങളുടെ സമയം ചിലവഴിക്കുക. പരാജയപ്പെടുകയാണെങ്കിൽ തന്നെ തുടക്കത്തിൽ തന്നെ പരാജയപ്പെടുക. വേഗത്തിൽ തിരുത്തുക. സുഹൃത്തുക്കളെ, പ്രതിസന്ധികളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്കൊന്നിനും കഴിവില്ല എന്ന്. അപ്പോൾ ലോക ചെസ് ചാമ്പ്യനായ ഗാരി കാസ്പറോവിനെ ഓർക്കുക. തോൽക്കുമെന്നുറപ്പുള്ള നിമിഷങ്ങളിൽ പോലും അദ്ദേഹം നെഞ്ചുവിരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസമുള്ള മനുഷ്യനായി അഭിനയിച്ചു. ആ ആത്മവിശ്വാസം എതിരാളികളെ ഭയപ്പെടുത്തി. അതുകൊണ്ട് തളർന്നിരിക്കുന്ന സമയത്ത് സ്വയം ചോദിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും വലിയ, ഏറ്റവും മികച്ച കലാകാരൻ ഈ സാഹചര്യത്തിൽ എന്തു ചെയ്യും? എന്നിട്ട് ആ കലാകാരനായി നിങ്ങൾ മാറുക. ധൈര്യപൂർവ്വം മുന്നോട്ട് കുതിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ആ വലിയ പോരാളി ഉണരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വലിയ സൃഷ്ടികൾക്കായി ഈ ലോകം കാത്തിരിക്കുന്നു. ഒരിക്കലും തോറ്റുകൊടുക്കരുത്. ധൈര്യമായി മുന്നോട്ടു പോകുക.